ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ രാവിലെ തന്നെ വല്ലാത്തൊരു ജലദോഷം, ഭയങ്കര കടുത്ത മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ ശരീരത്തിന് ശരീരം വേദനയും അതുപോലെ തന്നെ വല്ലാത്തൊരു ജലദോഷവും ഒക്കെ ആയിരുന്നു. എങ്കിലും ഞാൻ എഴുന്നേറ്റു കാപ്പി ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോഴാണ് ഇന്ന് ലോക സംഗീത ദിനമാണ് എന്ന് മനോജ്, നമ്മുടെ ബീന ആൻ്റണിയുടെ ഹസ്ബൻഡായ മനോജ് പറയുന്നത് കേട്ടത്. അപ്പോൾ തന്നെ ഞാനൊരു ഷാൾ എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി വരികയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു ലോക സംഗീത ദിനമായതുകൊണ്ട് തന്നെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷം. ഇപ്പം ഒരു ടി വി തുറന്നാലും കുട്ടികളുടെ പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. ആ പാട്ട് കേട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങളെല്ലാം മാറും. അതുപോലെ തന്നെ നല്ല പാട്ടാണെങ്കിൽ നമ്മൾ അറിയാതെ രണ്ടുപേരും മൂളിയും പോകും അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് എൻ്റെ യൂട്യൂബിൽ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു കാഴ്ചകളെല്ലാമാണല്ലോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. എങ്കിലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. അതായത് നല്ല അർത്ഥവത്തായ പാട്ടുകൾ പാടുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. കടലിലെ ഓളങ്ങൾ കരയിൽ ചെന്ന് അടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടലിലെ ഓളങ്ങൾ കരയിൽ ചെന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കരയിലെ വലയെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഓക്കെ. അപ്പോൾ ഈ പാട്ടുകളെല്ലാം നമ്മൾ പണ്ടത്തെ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷവും സുഖവുമാണ്. അതുപോലെ തന്നെ ആ വരികൾ നമ്മുടെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കാറുണ്ട് അല്ലേ. അതായത് പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ONV കുറുപ്പ് സാറ്, MD വാസുദേവൻ സാറ്, ദക്ഷിണാമൂർത്തി സാറ്, അതുപോലെ തന്നെ ഓരോ കവികളും നമുക്ക് വേണ്ടി രചിച്ചു വെച്ച കവിതകൾ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ അങ്ങനെ നമ്മൾ ഹൃദ്യസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ 4 വരിയെല്ലാം മൂളാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, ഒരു മലയാളികളും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് അമ്മമാർ അല്ലെ. ഓരോ ജോലിയുടെ ഇടയ്ക്കും പണ്ടൊക്കെ രഞ്ജിനി എന്ന് പറഞ്ഞ് നമ്മുടെ റേഡിയോയിൽ കേൾക്കാറുള്ള പ്രോഗ്രാം, ആ പ്രോഗ്രാമിലൂടെ നമ്മൾ പണിയെടുക്കുകയും അതിൻ്റെ ഒപ്പം ആ പാട്ടുകൾ കേൾക്കുകയും ചെയ്യും. അതുപോലെ ഇന്ന് നല്ല ഒരു ലോക സംഗീത ദിനമാണ്. അപ്പോൾ അത് സംഗീത ദിനമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഷെയർ ചെയ്തത്. അതിൽ എന്തൊക്കെയോ ഒരു വരിയിൽ എന്തോ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, മറന്നുപോയി. പാട്ടുപുസ്തകമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓർമ്മയിൽ നിന്ന് പാടിയതാണ്.
അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് സംഗീത ദിനമായിട്ട് എല്ലാ സംഗീത പ്രേമികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.